we will discuss about limits of a sequence. നമുക്കറിയാം ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഉള്ളതുപോലെ ഇവിടെ സീക്വൻസിനും ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ സീക്വൻസിന്റെ ലിമിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം, ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ ദ സീക്വൻസ് a1, a2, a3, etc., an, etc. converges to number L, converges to the number L, or L is said to be the limit of the sequence if an gets close to and remains arbitrarily close to L as n becomes large. In this case we write limit n tends to infinity an equal to L, or an converges to L as n tends to infinity. അപ്പോൾ നമ്മളൊരു സീക്വൻസ്, ഇതാണ് സീക്വൻസ് a1, a2, a3, എക്സെട്ര an, എക്സെട്ര എന്ന് പറഞ്ഞ സീക്വൻസ് എൽ എന്ന് പറഞ്ഞ നമ്പറിലോട്ട് കൺവേർജ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ്, സീക്വൻസിന്റെ ലിമിറ്റ് എൽ ആണെന്ന് പറയണമെങ്കിൽ ഈ സീക്വൻസ് ഇങ്ങനെ പോകുമ്പോൾ അത് ഈ എല്ലിനോട് അടുത്ത് വരണം. എന്ന് വെച്ചാൽ ഈ a1, a2, a3, എക്സെട്ര an ഇങ്ങനെ ഇൻക്രീസ് ചെയ്തോ പോകുമ്പോഴും അത് എൽ എന്ന് പറഞ്ഞ നമ്പറിലോട്ട് ക്ലോസ്ഡ് ആയിട്ട് വരണം. അതിന് അടുത്തോട്ട് വരുന്നത് പോലെ നമുക്ക് തോന്നണം. അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകൾക്ക് ശേഷം ആ സീക്വൻസിലെ എലമെന്റ്സ് മുഴുവൻ എല്ലായിട്ട് വരും. അപ്പം അങ്ങനെ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സീക്വൻസിന്റെ ലിമിറ്റ് എൽ ആണെന്ന്, അല്ലെങ്കിൽ സീക്വൻസ് കൺവേർജസ് ടു നമ്പർ എൽ എന്ന് നമ്മൾ പറയും. ഇനി അതിന് വേറൊരു ഡെഫിനേഷൻ ഉണ്ട്, Epsilon-N ഡെഫിനേഷൻ. നമ്മൾ പ്രൂവ് ചെയ്യാനൊക്കെ ഈ ഡെഫിനേഷനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ Epsilon-N ഡെഫിനേഷൻ എന്ന് പറയുന്നതാണ്, a sequence an is said to have a limit L, that is limit n tends to infinity an equal to L, if for every epsilon greater than 0, however small, there corresponds an integer n greater than 0 such that mod an minus L less than epsilon for all n greater than or equal to n. കാരണം സീക്വൻസ് an ലിമിറ്റ് എൽ ആണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എൽ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരു ആർബിട്രറി സ്മോൾ ആയിട്ടുള്ള എപ്സിലോൺ, എല്ലാ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0യ്ക്കും ഒരു കറസ്പോണ്ടിങ് n ഗ്രേറ്റർ ദാൻ 0 ഉണ്ടാവണം, സച്ച് ദാറ്റ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മോഡ് an മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോ ആയിരിക്കണം. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്, ഇഫ് എ സീക്വൻസ് ഹാസ് എ ലിമിറ്റ് വി സേ ദാറ്റ് സീക്വൻസ് ഈസ് കൺവേർജന്റ്. അപ്പൊ ലിമിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡൈവേർജന്റ്. അപ്പൊ ഇഫ് എ സീക്വൻസ് ഹാസ് ദ ലിമിറ്റ് വി സേ ദാറ്റ് ദ സീക്വൻസ് ഈസ് കൺവേർജന്റ്, അതർവൈസ് ഇറ്റ് ഈസ് ഡൈവേർജന്റ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഫങ്ഷൻസ് പറഞ്ഞിട്ട് നോക്കാം. സീക്വൻസ് an കൺസിഡർ ചെയ്യുക. an എന്ന് പറയുന്നത് 1/n ആണ്. 1/n ഇൻഡ് സീക്വൻസ് എന്ന് വെച്ചാൽ എന്തുവരും, സീക്വൻസ് 1/n എന്ന് പറഞ്ഞാൽ 1, 1/2, 1/3, 1/4, 1/5, എക്സെട്ര 1/n എക്സെട്ര. അപ്പൊ ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പൊ ഇത് കൺവേർജ് ആയിരിക്കും, ഡൈവേർജ് ആയിരിക്കും. അപ്പൊ ആദ്യമേ സീക്വൻസ് നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് നമുക്കറിയണം, അല്ലെ? അപ്പൊ സീക്വൻസ് പ്ലോട്ട് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നൊരു റിയൽ ലൈൻ വരയ്ക്കുക, ഒന്ന് ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വരച്ചിട്ട് അതിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലാം പോസിറ്റീവ് ആയില്ല, അപ്പൊ 0 തൊട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മളിനി ഫസ്റ്റ് 0, 1 ഇവിടെയാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് a1 മാർക്ക് ചെയ്തു. ഇനി a2 എന്ന് പറഞ്ഞാൽ 1/2, ഇപ്പൊ ഇതിന്റെ നടുവിൽ വരും, അല്ലെ? 1/2 a2 മാർക്ക് ചെയ്തു. അടുത്ത a3 എന്ന് പറയുമ്പോൾ 1/3 വരും. ഏകദേശം ഇവിടെ ആയിട്ട് വരും.
A4 എന്ന് പറയുമ്പോൾ 1/4, A5 എന്ന് പറയുമ്പോൾ 1/5. അപ്പം ഇങ്ങനെ പോവും. നമ്മുടെ സീക്വൻസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നതോറും നമ്മുടെ സീക്വൻസ് A1, A2, A3, A4, A5 അതെങ്ങോട്ടെങ്കിലും അടുത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ടോ? എന്തായാലും നെഗറ്റീവ് വരില്ല. അപ്പം ഇത് ഈ സീക്വൻസ് ഇങ്ങനെ അടുത്തടുത്ത് സീറോയിനോട് അടുത്തടുത്ത് വരുന്ന പോലെ തോന്നില്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ഈ സീക്വൻസ് കൺവേർജസ് ടു 0 ആന്ന് പറയും. ഈ സീറോയിലോട്ട് അടുത്ത് വരുന്ന തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 1/n എന്ന് പറഞ്ഞ സീക്വൻസ് 1/n എന്ന് പറഞ്ഞ സീക്വൻസ് 0യിലോട്ട് കൺവേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ് 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതല്ലാതെ വേറൊരു റെപ്രസെന്റേഷനും കൂടെ ഉണ്ട്. നമ്മൾ XY ആക്സിസ് വരച്ചിട്ട് നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യും. അപ്പൊ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1, 2, 3, 4 അങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇത് 1. ഇതേ ഡിസ്റ്റൻസ് തന്നെ ഏകദേശം കൊടുക്കാം കേട്ടോ. ഇത് മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1ൽ n = 1 ആവുമ്പോൾ എന്ത് വരും? 1 വരും. n = 2 ആവുമ്പോൾ 1/2 വരും. n = 3 ആവുമ്പോൾ 1/3 വരും. n = 4 ആവുമ്പോൾ 1/4 വരും. അങ്ങനെ അങ്ങ് പോവും അല്ലേ? അപ്പോൾ ഓരോ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ 1, 1, 2, 1/2, 3, 1/3, 4, 1/4 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഇങ്ങനെ നമുക്ക് സീക്വൻസിനെ വരയ്ക്കാം. അപ്പോൾ ഇതിൽ എങ്ങനെയാ n, a എന്ന് പറഞ്ഞ ഫോമിലാണ് നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്യുക അല്ലേ? അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പോയിന്റ്സ് വരുന്നത്. ഇത് നോക്കിയാൽ നമുക്കറിയാം ഇത് എങ്ങോട്ടാ ഇങ്ങനെ കൺവേർജ് ചെയ്തുകൊണ്ട് വരുന്നത്. n = 0 എന്ന് പറഞ്ഞ ലൈനിലോട്ടല്ല അത് കൺവേർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. വരച്ച് നോക്കിയിട്ടാണെങ്കിൽ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഗ്രാഫ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫങ്ഷൻസിന്റെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ കുറച്ച് സീക്വൻസ് പറഞ്ഞുതരാം. bn = -1n + 1/n. കാരണം n 1 കൊടുക്കുക, അപ്പൊ ഫസ്റ്റത്തെ നമ്പർ കിട്ടും. n 2 കൊടുക്കുക, സെക്കൻഡത്തെ നമ്പർ കിട്ടും. അങ്ങനെ കൊടുത്തത് മാർക്ക് ചെയ്ത് പോയാൽ മതി. അടുത്തത് cn = √n. ഈ സീക്വൻസ് ഒക്കെ ഒന്ന് വരച്ച് നോക്കാം. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ പ്രോബ്ലം ഇതാണ്. യൂസിങ് Epsilon-N definition, prove that limit n tends to infinity 1/n = 0. നമ്മൾ ഇതിന്റെ ലിമിറ്റ് നമ്മൾ നേരത്തെ കണ്ടു 0 ആണെന്ന്. 0 ആണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷെ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Epsilon-N ഡെഫിനിഷൻ യൂസ് ചെയ്യണം. അപ്പൊ ബൈ ഡെഫിനിഷൻ നമുക്കറിയാം 0 will be the limit of the sequence A. We know that 0 will be the limit of sequence an, where ഇവിടെ സീക്വൻസിന് ഒരു പേര് കൊടുക്കുക. an = സീക്വൻസ് എന്താ? 1/a. ഇനി 4 നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ 4 any given epsilon greater than 0 നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? we have to find a natural number
നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n, natural number n such that mod n minus 0 less than epsilon for all n greater than or equal to n. നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കണം. ഏതൊരു എപ്സിലോൺ എടുത്താലും നമുക്കൊരു നാച്ചുറൽ നമ്പർ n കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് മോഡ് n മൈനസ് 0 ലെസ് ദാൻ ഇപ്സിലോൺ. 0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലിമിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. L എന്ന് പറഞ്ഞ ലിമിറ്റ് അല്ല നമ്മൾ കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ ലിമിറ്റ് 0 ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഈ കണ്ടീഷൻ എടുക്കുക. നൗ മോഡ് n മൈനസ് 0 എന്ന് പറയുന്നത് എന്ത് വരും? 1/n മൈനസ് 0. അതെന്ന് പറയുന്നത് 1/n ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? മോഡ് n മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതെപ്പോഴാ വരിക? മോഡ് n മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ആവുന്നത് എപ്പോഴാ? ഇഫ് ഇതാണ് മോഡ് n മൈനസ് 0 1/n ലെസ് ദാൻ എപ്സിലോൺ ആവുമ്പോഴാണ് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഇതിൽ നിന്ന് n കണ്ടുപിടിക്കാം. n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? n ഇങ്ങോട്ട് കൊണ്ടുപോവാം എന്ന് വെച്ചാൽ അപ്പൊ n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ വരും അല്ലെ? അല്ലെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പൊ n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ ആവുമ്പോൾ മോഡ് n മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ആവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു n കണ്ടുപിടിക്കണം. ഈ n-ന്റെ റേഞ്ച് നമുക്ക് കിട്ടി 1/എപ്സിലോണിനേക്കാളും വലുതായിരിക്കും. നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞ് എഴുതണം. അപ്പൊ അതിനെന്ത് ചെയ്യാം? n എന്ന് പറഞ്ഞത് ചൂസ് ചെയ്യാം. നമുക്ക് ഇത് വെച്ചിട്ട് n ചൂസ് ചെയ്യാം. അപ്പൊ ചൂസ് ക്യാപിറ്റൽ N ടു ബി എ പോസിറ്റീവ് ഇന്റിജർ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. 1/എപ്സിലോണേക്കാളും ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. 1/എപ്സിലോണിനേക്കാളും വലുതായിട്ടുള്ള ഒരു n ചൂസ് ചെയ്യാം. ഇതിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ n ലെസ് ദാൻ ഒരു ക്യാപിറ്റൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് എഴുതാലോ. 1/എപ്സിലോൺ ചൂസ് ചെയ്താൽ നമുക്ക് ഗ്രേറ്റർ ദാൻ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനേക്കാളും വലുതായിട്ടുള്ള ഒരു n ചൂസ് ചെയ്യാം. അപ്പൊ then we get n greater than or equal to n implies greater than or equal to n എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷനോട് കൊടുക്കാം അല്ലെ? n greater than 1/എപ്സിലോൺ which implies ഇതിൽ നിന്ന് റെസിപ്രോക്കൽ എടുക്കുക. n greater than 1/എപ്സിലോൺ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/n ലെസ് ദാൻ എപ്സിലോൺ കിട്ടും. അപ്പൊ 1/n എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് n മൈനസ് 0 ആണ്. അത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടും. ഇതാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഫോർ n ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു n-ന് മോഡ് n മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എപ്സിലോൺ n ഡെഫിനിഷൻ പ്രൂവ്ഡ് ആയി. അപ്പൊ ഹെൻസ് ബൈ ഡെഫിനിഷൻ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു 0. നമ്മൾ പ്രൂഫ് ആയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൂഫ്.